സ്ഥാനാർത്ഥി നിർണയം ആയില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒറ്റ ആളിനെയും നമുക്കറിയാൻ പാടില്ല ആരാണെന്ന്. സ്ഥാനാർത്ഥി നിർണയം എല്ലാം കൂടെ വരുമ്പോഴല്ലേ ഒരു അഭിപ്രായം പറയാനൊക്കെ ഉള്ളൂ. പിന്നെ അതിനെല്ലാം ഉപരി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രചരണം എല്ലാം നടത്തുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരു ഇലക്ഷൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യട്ടെ, സ്ഥാനാർത്ഥികളെല്ലാം നിൽക്കട്ടെ, പ്രവർത്തനം കുറച്ച് കാണട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. എന്നെ പി സി ജോർജിനായിട്ട് കൊത്താനാണോ? അപ്രസക്തനെ പ്രസക്തനാക്കാനാണോ നിങ്ങൾ നോക്കണത്? ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോളൂ. അത്രയും ഇനി മറുപടി പറയാൻ എനിക്കുണ്ട്. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണ പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അതുപോട്ടെ, അയാളെ വിട്ടേരി. അയാളെ വാർത്തയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണത് നിങ്ങൾ തന്നെ തെറ്റാണ്. ഇതോ എനിക്കാ എന്നോടാ എല്ലാം ഉണ്ടല്ലേ. എൻ്റെ ജാതിനൊക്കെ കയറി തെണ്ടി എന്ന് വിളിച്ചില്ലേ? ഈഴോ ജാതി എന്ന് പറഞ്ഞാൽ തെണ്ടികളാണെന്ന് അയാൾ വിളിച്ചില്ലേ? ഒരു കാര്യമില്ലാതെ വെച്ച് കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ കോളേജിൽ നേഴ്സിംഗ്മാരുടെ അഭിസംബോധന സമരം ഉണ്ടാക്കില്ലേ? ഇതൊക്കെ എന്തിനാണ്? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം. പുള്ളിക്ക് ഒരു പാട്ടിൽ നിന്നില്ല. മാണി സാറിന് എന്ത് മാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? എന്താ മാണി സാറ് ഇദ്ദേഹത്തിനെ ആളാക്കിയ ആ സ്വന്തം കേരള കോൺഗ്രസിലെ മാണി സാറിന് എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? അത് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെ എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ടും ആരും തിരിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളോടൊക്കെ ചീത്ത പറഞ്ഞപ്പോൾ അല്പം ചീത്ത ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളൂ. കാലം കഴിയുമ്പോൾ ഓരോരുത്തർക്കും അവർ മനസ്സിലാക്കിക്കൊള്ളും. ബി ജെ പിയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ല എന്ന് അല്പം കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. അത് നിന്നാ അറിയാമായിരുന്നേനാ. എന്നാ സ്വാധീനമാണ്. വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കും എന്നൊക്കെ വരെ പറഞ്ഞില്ലേ? ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നതിന് വാസ്തവമല്ല. ഉടനെ അവരിവിടെ സ്ഥാനം കൊടുത്ത ആളിന് ഒന്ന് നിർത്തി അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. അത് തെറ്റായിപ്പോയി. അതോടുകൂടി ഈ എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പി ചെന്ന് ലയിച്ചത്. ആർക്കും വേണ്ട, കോൺഗ്രസിന് വേണ്ട, കമ്മ്യൂണിസ്റ്റിന് വേണ്ട, ബി ജെ പിക്കും വേണ്ട. അവസാനം ജനപക്ഷം ഇന്ന് ലയിച്ചുപോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.